ഹായ്, വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്നിപ്പം വെനസ്ഡേ 5th ആഫ്റ്റർനൂൺ ആണ്. ഇവിടെ ഇപ്പം ഈദ് ഹോളിഡേയ്സ് ആണ്. ഒരാഴ്ച മുരളിയേട്ടനും നന്ദുവിനും ഒക്കെ അവധിയാണ്. അപ്പം ഞങ്ങൾ ദുബായിലുള്ള ക്രൗൺ പ്ലാസയിൽ ഒരു ദിവസത്തെ താമസത്തിന് പോവുകയാണ്. അപ്പം പോകുന്ന വഴിക്കും അവിടെ ചെന്നിട്ടും ഒക്കെ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ക്രൗൺ പ്ലാസയിൽ പോകുന്ന വഴിക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങിയാണ് ഞങ്ങളിപ്പം. ലല്ലുമ്മ എന്നും പറഞ്ഞിട്ട് ഗുസൈസ് അൽനാദയിലെ റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് ഒരു ഫാമിലിയും കൂടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം ആരാന്ന് പരിചയം ഉണ്ടാവുമല്ലോ, എൻ്റെ വ്ലോഗിലൊക്കെ കണ്ടു കാണും. സിനിയ ഫാമിലിയാണുള്ളത്. ലല്ലുമ്മ റെസ്റ്റോറന്റിന്റെ ഓണറാണ് ഈ കാണുന്ന. പേരെന്ത്? ഫാത്തിമ. അപ്പൊ റെസ്റ്റോറന്റിന്റെ ഡീറ്റെയിൽസ് ചേച്ചി പറഞ്ഞോളൂ, എന്താന്ന് വെച്ചാൽ സ്പെഷ്യാലിറ്റി. റെസ്റ്റോറന്റ് ഒരു ഹോം കുസീൻ ആണ്. പിന്നെ നമ്മള് വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം അതേ രീതിയിൽ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയതാണ്. ഇവിടെ നിങ്ങൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേപോലത്തെ ഭക്ഷണം കഴിക്കുക. അത് അതിലപ്പുറം ഒരു റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള ഒരു ഭയങ്കര പ്ലേറ്റിങ്ങും അങ്ങനത്തെ ഒരു ഇതല്ല. നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ ഗുസൈസ് അല്ലേ, ഗുസൈസ് ദുബായ് ഗ്രാൻഡ് സർവീസ് സ്റ്റേഷൻ ബിൽഡിംഗ് ആണിത്. അതിന്റെ ഉള്ളിലാണ് റെസ്റ്റോറന്റ് ഉള്ളത്. അപ്പൊ ഒന്ന് വന്ന് നോക്കുക ലല്ലുമാസില്. ലല്ലുമ്മ റെസ്റ്റോറന്റിൽ നിന്ന് ബിരിയാണിയും കുലുക്കി സർബത്തും ഒക്കെ കുടിച്ചിട്ട് ഞങ്ങളിപ്പോ ക്രൗൺ പ്ലാസയിലോട്ട് പോകുന്ന വഴിയിലാണ്. സിറിയയുടെ മോള് അമ്മുവും നന്ദും കൂടെ അതെ ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് വന്നേക്കുവാണ്. ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഫുള്ളായിട്ട് ജംപ് സൂട്ട് എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സാണ്. ഇപ്പോഴത്തെ പുതിയ ഫാഷനാന്ന് തോന്നുന്നു. നന്ദു കുറേ നാളായിട്ട് ജംപ് സൂട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് പോയി മേടിച്ചതാണിത്. ഇവിടെ മാക്സിന്ന് മേടിച്ചാണ്, ഷാർജ മാക്സിന്നാണ് രണ്ടുപേരും മേടിച്ചേക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു അക്വേറിയം ലോഞ്ച് എന്നും പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇതുപോലെ, ചെറിയൊരു ഇതുപോലെയാണെന്ന് പറയാൻ എനിക്കറിയില്ല. ഇവിടെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫുൾ പേസ്ട്രി, ജ്യൂസ് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക്, നമ്മുടെ നിഷ സ്പൈസസിന്റെ സിംബോളിക് മീനിങ് പോലെ ഇവിടെ ഒരു സ്പൈസസ്. ഇവിടെ ഈ സ്പൈസ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിന്റെ സിംബോളിക് മീനിങ് ആയിട്ടാണ് അവർ സ്പൈസസ് വെച്ചേക്കുന്നത്. ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിപ്പം സിറിയയുടെ റൂമാണ്. ഇവരുടെ പ്രസിഡൻഷ്യൽ സ്വീറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു വമ്പൻ റൂമാണ്. ഇതാണ്ട് ഡ്രോയിങ് റൂം പോലൊരു സംഭവം. ഇവിടെ ഒരു ഡൈനിങ് ടേബിള്, ഇത് ബെഡ്റൂം, ഇത് വാഷ്റൂം. ഞങ്ങളുടെ റൂമിലോട്ട് കേറുവാണ്. ഇതും ഒരു സ്യൂട്ട് റൂമാണ്. ഒരു സോഫ സെറ്റായിട്ട് ഒരു ഡ്രോയിങ് റൂം മോഡൽ ഒരു സംഭവം. ഇവിടെ ഒരു കുട്ടി കിളിവാതിലുണ്ട്. കിളിവാതിലിലൂടെ എന്താ കാണുന്നെന്ന് നമുക്കൊന്ന് നോക്കാം. പൂൾ ഏരിയയുടെ ഇതാണ്, പക്ഷെ അങ്ങോട്ട് ഫുള്ളായിട്ട് കാണുന്നില്ല. കണ്ടോ, ഒരു അറ്റം കാണുന്നുണ്ട് പൂളിന്റെ ഇവിടുന്ന്. ഇത് ബെഡ്റൂം, ഇത് ബെഡ്റൂമിന്റെ സൈഡിൽ കൂടെ കാണുന്ന വിൻഡോ ആണ്. ഇതും ആ പൂൾ ഏരിയയുടെ സൈഡ് തന്നെയാ. ഇവിടെ ഒരു വലിയൊരു മിറർ. എൻ്റെ വ്ളോഗിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം. ഞാനൊരു പുതിയ ഗിംബൽ മേടിച്ചു. അതും ഞാനുമായിട്ടുള്ള ഒരു അഭ്യാസത്തിലാണ് ഇപ്പം വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 2 വാഷ്റൂം ഉണ്ട്. ഇത് 2 വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ഒക്കെ ആയിട്ടുള്ളൊരു വാഷ്റൂം. അപ്പുറത്ത് ഒരു കുട്ടി വാഷ്റൂമും ഉണ്ട്. എനിക്ക് ഈ ഗിംബലിന്റെ മെക്കാനിസം കറക്റ്റായിട്ട് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഞാൻ തിരിയുമ്പം ഇത് വേറെ സ്ഥലത്തോട്ടൊക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഞാനൊരു വിധത്തിലൊക്കെയാണ് ഇത് വെച്ച് വീഡിയോസ് എടുത്തോണ്ടിരിക്കുന്നത്.
നോർമലി ഞാൻ കുക്കിംഗ് വീഡിയോസ് എടുക്കുന്നത് ക്യാമറ വെച്ചിട്ട് വീട്ടിലാണ്, അല്ലാതെ പുറത്ത് പോകുമ്പോൾ ചെറിയതായിട്ടൊക്കെ വ്ളോഗ്സ് എടുക്കുന്നത് ഫോണിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് മേടിച്ച് നോക്കി. പൂൾ ഏരിയയിലെ തിരക്ക് കണ്ടോ, ഭയങ്കര തിരക്കാണ്. കൂടുതലും മലയാളികളാട്ടോ, അവധി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരുപാട് മലയാളികളെ കണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട്. പൂളിലും നല്ല തിരക്കാണ്. ഞങ്ങളൊന്ന് വെയിലാറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത, പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഈ വക തിരക്കാണ്. ഇത് ക്രൗൺ പ്ലാസയ്ക്കകത്തുള്ള ലോഞ്ചാണ്. ഇവിടെ ആക്സസ് ഫ്രീ ആണ്, ഫുൾ ഡേ. രാത്രി 10 വരെ ആക്സസ് ഫ്രീ ആണ്. അപ്പം സ്നാക്സും കോക്ടെയിൽസും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് കയറി നോക്കാം. നമുക്ക് തീറ്റിയല്ലേ ഇവിടെ വന്നാലും പ്രധാനം. സ്റ്റാർട്ടേഴ്സ് മാത്രം എടുത്തുള്ളൂ. ഇവിടെ കാര്യമായിട്ട് ഡിന്നറായിട്ട് കഴിക്കാനില്ല, ജസ്റ്റ് കുറച്ച് സ്നാക്സ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വയറൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായുണ്ട്. ഇത് കഴിച്ച് മതിയാവോ എന്ന് നോക്കുക. ഞങ്ങൾ രാത്രി ദുബായ് റോഡിൽ കൂടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അവിടുന്ന് ഇത് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഇറങ്ങി വീണ്ടും ഡിന്നർ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കുക. ഞാൻ ഇടയ്ക്ക് താഴോട്ട് നോക്കുന്ന, ഇല്ലെങ്കിൽ ഞാൻ റോഡിൽ വീഴും. അതുകൊണ്ട് ഞാൻ താഴോട്ട് നോക്കുന്നത്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഇങ്ങനെ രാത്രി റോഡിൽ കൂടെ വ്ളോഗ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഹായ്, ഇപ്പോൾ പിറ്റേന്ന് രാവിലെ 7 മണി ആയിട്ടുണ്ട്. രാത്രിയിൽ ഞങ്ങൾ വീണ്ടും, ഞാൻ പറഞ്ഞില്ല, അന്നപൂർണയിൽ പോയി ചാട്ടൊക്കെ കഴിച്ചു. പിന്നെ തിരിച്ചു വന്നപ്പോൾ കിടന്നപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റായി. ഇപ്പം രാവിലെ എഴുന്നേറ്റ്, ഞാനും ചെറിയ കൂടെ നേരത്തെ എഴുന്നേറ്റു. ബാക്കിയെല്ലാവരും ഉറക്കം നേരത്തെ എന്ന് പറഞ്ഞാൽ 7 മണിക്കാട്ടോ. ഇനി ഞങ്ങളൊന്ന് ജിമ്മിൽ പോയി അവിടെ എന്താ സംഭവം നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ച് എഴുന്നേറ്റാ. എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു. ആകെ സൈക്കിളെ ഓടിച്ചോളൂ കേട്ടോ, ബാക്കി ഒന്നിലും കയറിയില്ല. നീ റൂമിൽ പോയി അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരെല്ലാം ഉണർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പോകണം. ക്രൗൺ പ്ലാസയിൽ താഴെയുള്ള റെസ്റ്റോറൻ്റാണ് സ്പൈസ് ഐലൻഡ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻറ്റിനകത്താണ് സെർവ് ചെയ്യുന്നത്. ഓംലെറ്റ് കൗണ്ടറാണ്. അപ്പം ഞങ്ങൾ 2 ഓംലെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതാ നിൽക്കുന്ന ചേട്ടനാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും സിറിയയും കൂടെ സോനയിലും സ്റ്റീം ബാത്തിലും ഒക്കെ ഒന്നുകൂടെ പോയി. രാവിലെ കഴിച്ചത് മുഴുവൻ ജയിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചു. ഇവർ പിള്ളേരെല്ലാം പൂളിൽ ഇറങ്ങി. ഇപ്പം വീണ്ടും 12 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി. ഞാനും നന്ദു ഒരേ ഡ്രസ്സായിട്ടേക്കുന്നത്. ഞാനൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ രണ്ടും ഒരേപോലത്തെ പിന്നോഫോർ മേടിച്ചു. എൻ്റെ ഡ്രസ്സ് പക്ഷെ ഫുള്ളായിട്ട് കാണുന്നില്ല അല്ലേ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരേപോലത്തെ ഡ്രസ്സ് ഞാനും നന്ദു ഇട്ടേക്കുക. ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. വീണ്ടും അടുത്ത സൺഡേ മുതൽ എല്ലാവർക്കും സ്കൂളും ഓഫീസും ഒക്കെ തുടങ്ങും. ബാക്ക് ടു വർക്ക് എന്ന് പറയുന്ന പോലെ ആവണം സ്ഥിതി.
ചെക്കൗട്ടും പ്രൊസീജിയർ കഴിഞ്ഞു. ഇപ്പോൾ 1:20 ഞങ്ങൾ ഇവിടെ ലോബിയിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ക്രൗൺ പ്ലാസയിലെ താമസമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ടൈം ഇപ്പം 2 മണിയായി. ലഞ്ച് കഴിച്ചില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്രയ്ക്ക് ഹെവി ആയിരുന്നു. വയറിനകത്ത് 1 ഇഞ്ച് സ്ഥലം ഇപ്പം ബാക്കിയില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇവിടെ താഴെ റെസ്റ്റോറൻ്റ് ഉണ്ട് ബനാദർ എന്ന് പറഞ്ഞിട്ട്, അവിടുന്ന് ഓർഡർ ചെയ്യാമെന്ന് വെച്ചേക്കുക. അങ്ങനെ നമുക്ക് ഈ വ്ളോഗ് ഇപ്പം അവസാനിപ്പിക്കാം. അടുത്ത ദിവസം പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.